മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ വീണ്ടും ഗുരുതര ആഭ്യന്തര വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. സംഘടനയുടെ പുതിയ നേതൃത്വത്തിന് കീഴിൽ ഐക്യവും പരിഷ്കാരവും പ്രതീക്ഷിച്ചിരുന്ന അംഗങ്ങൾക്കും സിനിമാ പ്രേമികൾക്കും മുന്നിൽ ഇപ്പോൾ പുറത്തുവരുന്നത് പരസ്പര ആരോപണങ്ങൾ, ജാതി വിവേചന പരാതികൾ, മാനസിക പീഡന ആരോപണങ്ങൾ, അധികാര ദുരുപയോഗം സംബന്ധിച്ച ഗുരുതര ചോദ്യങ്ങൾ എന്നിവയാണ്. നടി അൻസിബ ഹസൻ ഉന്നയിച്ച പരാതികളാണ് നിലവിലെ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. നടി ടിനി ടോമിനെതിരെയും നടി ലക്ഷ്മിപ്രിയയെയും തൃപ്പൂണിത്തുറ വനിതാ SI രേഷ്മയെയും സംബന്ധിച്ച് അൻസിബ വ്യത്യസ്ത പരാതികൾ നൽകിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തതിനെ തനിക്ക് അപമാനം നേരിട്ടു എന്നാണ് അൻസിബ ആഭ്യന്തര വകുപ്പിനും പോലീസിനും നൽകിയ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത്. ഇതിനിടെ അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പ്രതികരിച്ചിരിക്കുന്നത് സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കുമെന്നാണ്. അൻസിബയുടെ പരാതിയിൽ ഇനി കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും വിഷയങ്ങൾ ആഭ്യന്തര സംവിധാനത്തിലൂടെ കൈകാര്യം ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ അൻസിബയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. തന്റെ പരാതി അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കേൾക്കേണ്ടതല്ലെന്നും പകരം നിഷ്പക്ഷമായ പ്രത്യേക സമിതി അന്വേഷിക്കണമെന്നുമാണ് അൻസിബയുടെ ആവശ്യം. വിവാദം അതിൽ അവസാനിക്കുന്നില്ല. സംഘടനയുടെ മുൻ മാനേജറായ അതുല്യ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ നൽകിയ വ്യാജവും അപകീർത്തികരവുമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സുരക്ഷാ ജീവനക്കാരെ നിർബന്ധിച്ചുവെന്നാണ് അവർ ആരോപിക്കുന്നത്. സംഭവത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഉദ്യോഗ പരാതി നൽകിയതായും അവർ അറിയിച്ചു. അതോടൊപ്പം പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് വിവാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. ഇതേസമയം സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നൽകിയ വെളിപ്പെടുത്തലുകൾ അമ്മയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ കൂടുതൽ പൊതുചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. സംഘടനയിൽ ജാതി വിവേചനവും മതപരമായ വേർതിരിവും നിലനിൽക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അൻസിബ ഹസൻ സംഘടനയ്ക്കുള്ളിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒറ്റപ്പെടുന്നുവെന്നും ചിലർ അവരെ ജിഹാദി, തീവ്രവാദി തുടങ്ങിയ പരാമർശങ്ങളുടെ അധിക്ഷേപിച്ചുവെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ആലപ്പി അഷ്റഫിന്റെ വാക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സംഘടനയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അൻസിബയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് ജാതീയ പരാമർശം നടത്തിയതായി അദ്ദേഹം ഉന്നയിച്ച ആരോപണമാണ്. ഇതു സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളോ ഉദ്യോഗ അന്വേഷണ റിപ്പോർട്ടുകളോ നിലവിൽ പുറത്തു വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നടി നീന കുറുപ്പ് നൽകിയ പരാതിയും ഈ വിവാദങ്ങളുടെ ഭാഗമായി ശ്രദ്ധ നേടുകയാണ്. ടിനി ടോം പൊതുസ്ഥലത്ത് അസഭ്യവും അപമാനകരവുമായ ഭാഷ ഉപയോഗിച്ചുവെന്നും ആക്രമണോത്സുകമായി പെരുമാറുകയും പരാതിയിൽ ആരോപിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പല അവസരങ്ങളിലും സമാനമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളോട് ബന്ധപ്പെട്ട അന്തിമ സത്യാവസ്ഥ ഔദ്യോഗിക അന്വേഷണങ്ങളുടെ മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. അൻസിബയുടെ ശബ്ദ സന്ദേശവും സംഘടനയ്ക്കുള്ളിലെ അസ്വസ്ഥതകളെ തുറന്നുകാട്ടുന്നതായിരുന്നു. തനിക്ക് നീതി ലഭിക്കാത്തതിനാലാണ് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ടി വന്നതെന്നും സാക്ഷികൾ ഉണ്ടായിട്ടും ചിലർ ആരോപണ വിധേയവരെ സംരക്ഷിക്കുകയാണെന്നും അവർ വേദനയോടെയാണ് ആരോപിച്ചത്. സ്ത്രീ അംഗങ്ങൾക്ക് പോലും നീതി ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന അവരുടെ പരാമർശം സംഘടനയുടെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. അമ്മയുടെ ചരിത്രത്തിലുടനീളം പരാതിക്കാരെ ഒറ്റപ്പെടുത്തുകയും ആരോപണ വിധേയരായ പുരുഷന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത ഉണ്ടെന്ന വിമർശനം പുതുമയുള്ളതല്ല. മുൻകാലങ്ങളിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സംഘടനയുടെ നിലപാടുകളും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ആ സംഭവങ്ങളുടെ നിഴൽ ഇന്നും സംഘടനയെ പിന്തുടരുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ സംഘടനയുടെ നേതൃത്വത്തിനെതിരെയും ചോദ്യങ്ങൾ ഉയരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം സംഘടനയിൽ ഐക്യം പുനഃസ്ഥാപിക്കുമെന്നും പഴയ മുറിവുകൾ ഭേദമാക്കുമെന്നും നൽകിയ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമായില്ലെന്നാണ് വിമർശനം. പകരം ദിവസങ്ങൾ കഴിയും തോറും പുതിയ വിവാദങ്ങളും പരാതികളും പുറത്തുവരുന്ന സാഹചര്യം നേതൃത്വത്തിന്റെ കാര്യക്ഷമതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ മറുവശത്ത് ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണങ്ങളിൽ പലതും വ്യക്തികളുടെ പ്രസ്താവനകളും പരാതികളുമാണ്. ഇവയിൽ പലതും ഇപ്പോഴും തെളിയിക്കപ്പെടുകയോ നിയമപരമായി സ്ഥിരീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതിനാൽ ഏതെങ്കിലും വ്യക്തിയെ കുറ്റകരമായി ചിത്രീകരിക്കുന്നതിന് മുൻപ് നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണം അനിവാര്യമാണെന്ന വസ്തുത മറക്കാൻ പാടില്ല. മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള സംഘടനകളിൽ ഒന്നായ അമ്മ ഇന്ന് വിശ്വസ്തയുടെ വലിയ പരീക്ഷണഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ
ജാതി വിവേചനം, മതപരമായ വേർതിരിവ്, അധികാര ദുരുപയോഗം, സ്ത്രീകൾക്കെതിരായ മാനസിക പീഡനം തുടങ്ങിയ ആരോപണങ്ങൾ സംഘടനയുടെ പ്രതിച്ഛായയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. സത്യം എന്താണെന്ന് കണ്ടെത്തുകയും കുറ്റക്കാർ ആരാരെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കുകയും പരാതിക്കാർക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് ഈ ഘട്ടത്തിൽ സംഘടനയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്.